നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിലെ 46 വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ദ്വൈവായനോ വിദകാദരയാതിഭാവം തത്രേതിതന്മയതയാതരവോ വിനേദുത്തം വധുഭൂതഹൃദയം സമാധാനീയരായ എല്ലാ കുട്ടികൾക്കും തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിൽ നമ്മൾ 47-ാമത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. 46 വരെ അടുത്ത് 47 തുടങ്ങും. നാമോ ഗുണവിശേഷാർത്ഥോ ലിപ്യതശ്രോത്രമുച്യതേ വായോർ ഗുണവിശേഷാർത്ഥോ ലിപ്യതസ്പർശനം വിദുവും. നഭോ ഗുണവിശേഷാർത്ഥ, ആകാശത്തിന്റെ വിശിഷ്ടമായ ഗുണം, അതാണ് വിശേഷാർത്ഥോ ഗുണം, വിശിഷ്ടാർത്ഥമായ ഗുണം. ഇഫ്യ യാതൊന്നിനാണോ തത് ശ്രോത്രം ഉച്യത, ആകാശത്തിന്റെ അസാധാരണമായ ഗുണം ശബ്ദമാണ്. അത് ശ്രോത്രം ഉച്യത, ശബ്ദം കേൾക്കുന്ന ശ്രോത്രേന്ദ്രിയം കൊണ്ടാണ്. നഭോ ഗുണവിശേഷാർത്ഥോ ഇഫ്യ തത് ശ്രോത്രം ഉച്യത വായോഹ ഗുണവിശേഷാർത്ഥോ ഇഫ്യ സ്പർശനം വിദു. വായുവിന്റെ ഗുണവിശേഷത്തെ സ്പർശനം, ത്വഗിന്ദ്രിയം എന്ന് പറയുന്നു. വായു ഉണ്ടെങ്കിൽ മാത്രമേ സ്പർശനം അറിയാൻ പറ്റുകയുള്ളൂ. ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ഗുണവിശേഷങ്ങൾ, ഈ രണ്ട് പഞ്ചഭൂതങ്ങളോട് ചേർന്ന് നിൽക്കുന്നു കാണിക്കാം. നഭോ ഗുണവിശേഷാർത്ഥോ യുഷ്യതസ്രോത്രമുച്യതേ വായോർ ഗുണവിശേഷാർത്ഥോ യുഷ്യതസ്പർശനം വിദു. യുഷ്യ നഭോ ഗുണവിശേഷഃ അർത്ഥഃ തത് ശ്രോത്രം ഉച്യതേ വായോഃ ഗുണവിശേഷഃ അർത്ഥഃ തത് സ്പർശനം വിദു. നഭോ ഗുണവിശേഷാർത്ഥോ യുഷ്യതശ്രോത്രമുച്യതേ വായോർ ഗുണവിശേഷാർത്ഥോ യുഷ്യതസ്പർശനം വിദു. നഭോ ഗുണവിശേഷാർത്ഥോ യുഷ്യതശ്രോത്രമുച്യതേ വായോർ ഗുണവിശേഷാർത്ഥോ യുഷ്യ തത്സ്പർശനം വിദു. തേജോ ഗുണവിശേഷാർത്ഥോ യുഷ്യതചക്ഷുരുച്യതേ അംഭോ ഗുണവിശേഷാർത്ഥോ യുഷ്യതദ്രഫനം വിദു. ഭൂമേർ ഗുണവിശേഷാർത്ഥോ യുഷ്യതദ്ഘ്രാണോച്യതേ. ഈ പഞ്ചഭൂതങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളിൽ ലക്ഷണം പറയാൻ പുറപ്പെടുകയാണ്. ശ്രോത്രം എന്നുള്ളത് ഒരു ഇന്ദ്രിയമാണ്, ത്വക്ക് ഒരു ഇന്ദ്രിയമാണ്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. ആകാശം എന്ന ഗുണത്തോട് ചേർന്നപ്പോഴാണ് ശ്രോത്രമായത്. വായു എന്ന ഗുണത്തോട് ചേർന്നപ്പോഴാണ് സ്പർശനമായത്. തേജോ ഗുണവിശേഷാർത്ഥ യക്ഷു. തേജസ് എന്ന ഗുണവിശേഷത്തോട് ചേർന്നപ്പോൾ അത് ചക്ഷുഷായി. അംഭോ ഗുണവിശേഷാർത്ഥോ ദ്രഫനം വിധു. ജലത്തിന്റെ ഗുണവിശേഷാർത്ഥത്തോടു കൂടിയതിനെ രഫനം, നാവ് എന്നറിയുന്നു. ഭൂമേർ ഗുണവിശേഷാർത്ഥോ, ഭൂമിയുടെ വിശേഷ ഗുണങ്ങൾ ഘ്രാണ ഉച്യത, അതിനെ ഘ്രാണമെന്നും വിളിക്കും. തേജസ് അഗ്നിയാണ്. അഗ്നിയുടെ ഗുണവിശേഷത്തെയാണ് രൂപം എന്ന് വിളിക്കുന്നത്. ആ രൂപത്തിൽ നിന്നാണ് ചക്ഷുസ്. കണ്ണിന്റെ ലക്ഷ്യം രൂപത്തെ തിരിച്ചറിയൽ മാത്രം.
അതുപോലെ അംഭഫ് പഞ്ചഭൂതങ്ങളിലൊന്നാണ്. അംഭോഗുണ വിശേഷാർത്ഥം തത് രഫനം വിധു. ജലമാണ് നാവിലുള്ളതും ജലമെന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് രഫന എന്ന നാവ് ഉണ്ടായത്. ഭൂമേഹ ഗുണവിശേഷാർത്ഥോ, ഭൂമിയുടെ വിശിഷ്ട ഗുണമാണ് തത് ഘ്രാണ ഉച്യത്തെ, അതിനെ മൂക്ക് എന്ന് വിളിക്കപ്പെടുന്നു. ഗന്ധം അറിയുന്ന ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നു. അപ്പൊ 5 ഇന്ദ്രിയങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ശ്രോത്രം, സ്പർശനം, ചക്ഷുസ്, രസന, ഘ്രാണം എന്ന 5 ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് പഞ്ചഭൂതങ്ങളുമായി ഘടിപ്പിച്ചു പറയുകയായിരുന്നു. തേജോ ഗുണവിശേഷാർത്ഥോ യുഫ്യത ചക്ഷുരുച്യതേ, അംഭോ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ്രഫനം വിദു, ഭൂമേ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ്ഘ്രാണ ഉച്യതേ. തേജോ ഗുണവിശേഷഃ അർത്ഥഃ യഫ്യതദ് ചക്ഷുഃ ഉച്യതേ. അംഭോ ഗുണവിശേഷഃ യഫ്യതദ് രസനം വിദുഃ. ഭൂമേഃ ഗുണവിശേഷഃ അർത്ഥഃ യഫ്യതദ് ഘ്രാണഃ ഉച്യതേ. തേജോ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ് ചക്ഷുരുച്യതേ. അംഭോ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ്രസനം വിദുഃ. ഭൂമേർഗുണവിശേഷാർത്ഥോ യുഫ്യതദ് ഘ്രാണ ഉച്യതേ. തേജോ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ് ചക്ഷുരുച്യതേ. അംഭോ ഗുണവിശേഷാർത്ഥോ യുഫ്യതദ്രസനം വിദുഃ. ഭൂമേർഗുണവിശേഷാർത്ഥോ യുഫ്യതദ് ഘ്രാണ ഉച്യതേ. പരഫ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരസമന്വയാത് അതോ വിശേഷോ ഭാവാനാം ഭൂമാവയവോപലക്ഷ്യതേ. പരഫ്യ ദൃശ്യതേ ധർമ്മ, പരത്തിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതിന്റെ ധർമ്മ ദൃശ്യത, ധർമ്മം കാണപ്പെടുന്നു. ഈ അപരസ്മിൻ സമന്വയ, അപ്പുറത്തിരിക്കുന്നതുമായുള്ള കൂടിച്ചേരലുകൊണ്ട് ഒരു ഭൂതത്തിന് പഞ്ചഭൂതങ്ങൾ ഒന്നിന്റെ സാധാരണ ധർമ്മം അതിന്റെ ഗുണത്തോടു കൂടി മറ്റൊരു ഭൂതവുമായി ചേർന്നിരിക്കുന്നു. അങ്ങനെ ഓരോന്ന് അതാത് ഗുണത്തോട് ചേർന്ന് അടുത്തയിലേക്ക് പോകും എന്നർത്ഥം. ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ. അത് വായുവിൽ ആകാശം ചേർന്നിരിക്കുന്നതുകൊണ്ട് ആകാശഗുണമായ ശബ്ദവും വായുവിന്റെ പ്രത്യേക ലക്ഷണമായ സ്പർശവും കൂടി രണ്ടെണ്ണം ഒന്നായിട്ട് മാറി. പരസ്യ ദൃശ്യതി ധർമ്മോഹി അപരസ്മിൻ സമന്വയാ അതോ വിശേഷോ ഭാവാനാം ഭൂമാവേവ ഉപലക്ഷ്യത. എല്ലാ ഭാവങ്ങളുടെ വിശേഷം ഭൂമിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പം ശബ്ദവും വായുവും കൂടി ചേർന്നപ്പോൾ ആകാശത്തിൽ നിന്നും വായുവിൽ നിന്നും ഈ 2 ഗുണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഗുണം രണ്ടാമത്തേനുണ്ട്. ഇപ്പം ആദ്യത്തേത് ശബ്ദഗുണമായ ആകാശമാണ്, അത് ശ്രോത്രമാണ്, അത് അടുത്ത സ്പർശത്തിലേക്കും വരും. ഇത് 2 കൂടെ ചേരും. അപ്പൊ എന്താണ്? ആകാശവും വായുവും കൂടി ചേർന്നാൽ സ്പർശഗുണമായി ത്വക്കായി. ഇങ്ങനെ ഓരോന്നിലും തിരിച്ചറിയണം എന്നർത്ഥം. തേജസ്സിൽ ആകാശവും വായുവും കടന്നിരിക്കുന്നതുകൊണ്ടാണ് അത് ശബ്ദമായത്. എന്ന 2 ഗുണങ്ങളും തേജസ്സിന്റെ പ്രത്യേകമായ ഭാവങ്ങളാണ്. ശബ്ദ സ്പർശരൂപങ്ങൾ 3 കൂടി കാണപ്പെടുന്നു. ജലത്തിൽ ആകാശവും വായുവും തേജസ്സും കാണപ്പെടുന്നു. അതേപോലെ ജലത്തിന്റെ പ്രത്യേക ഗുണമായ രസവും കൂടി ചേർന്ന് ശബ്ദ സ്പർശ രൂപ രസങ്ങൾ ഒന്നിച്ച് ഭൂമിയിലേക്ക് വരും, ഗന്ധമുള്ള ഭൂമിയിലേക്ക് വരും. അങ്ങനെ ആദ്യമുണ്ടായ ഭൂതങ്ങൾ അനന്തരമുണ്ടാകുന്ന ഭൂതങ്ങളോട് ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശബ്ദാദി ഗുണങ്ങൾ ആകാശഭൂതങ്ങളുടെ പ്രത്യേക ഗുണങ്ങൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെട്ടതാണ്. പരസ്യദൃശ്യതേ ധർമ്മോ ഹ്യപരസ്മിൻ സമന്വയാ അതോ വിശേഷോ ഭാവാനാം ഭൂമാവയവോപലക്ഷ്യതേ. പരസ്യ ധർമ്മഃ അപരസ്മിൻ സമന്വയാത് അതഃ ഭാവാനാം വിശേഷഃ ഉപലക്ഷ്യത്തെ. ഭൂമൗ യവ ഉപലക്ഷ്യത്തെ. പരസ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരസ്മിൻ സമന്വയാത്
അതോ വിശേഷോ ഭാവാനാം ഭൂമാവേഗോപലക്ഷ്യതേ പരസ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരസ്മിൻ സമന്വയാത് അതോ വിശേഷോ ഭാവാനാം ഭൂമാവേഗോപലക്ഷ്യതേ ഏതന്യസംഹത്യഃ യഥാ ഹദാദീനി സപ്തവൈ കാലകർമ്മഗുണോപേദോ ജഗദാതിരുപാവിശത്. ഇങ്ങനെ ഏതാനി അസംഹൃത്യ, ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ തമ്മിൽ കൂടിച്ചേരാതെ ഒറ്റക്കൊറ്റയ്ക്ക് ഒന്നൊന്നുമായി ചേരാതിരുന്നു. ഏതാനി അസംഹൃത്യ, അത് സമാഹരിക്കാതെ യഥാ മഹദാദീനി സപ്തവൈ, മഹദാദികളായ ഈ 7 എപ്പോഴാണോ കൂടിച്ചേരാതെ ഇരുന്നത്, കാലകർമ്മ ഗുണോപേതോ, കാലം കർമ്മം ഗുണങ്ങൾ ഇവയോട് കൂടി ജഗദാദിഹി ഉപാവിശ, ജഗത്തിന്റെ ആദിശക്തിയായ ഈശ്വരൻ അതിലേക്ക് പ്രവേശിച്ചു. ഇനി ഇതുവരെ പറഞ്ഞ ഇൻസ്ട്രുമെന്റുകളെ, ഉപകരണങ്ങളെ കുറിച്ചാണ്. ഈ ഉപകരണങ്ങളിൽ നിന്നും, ഈ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമായെങ്കിലേ ഫലമുള്ളൂ, അല്ലെന്താ ഒന്നും ഒരു വിശേഷമില്ല. ആയുധങ്ങളായിരുന്ന ഉപകരണങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഒന്നും പ്രവർത്തിക്കാൻ കൊള്ളില്ലെങ്കിലോ ഒരു ഫലമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവയെ കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് മഹത്തത്വവും അഹങ്കാരവും എന്ന 2. പഞ്ചഭൂതങ്ങൾ 5, ഇത് 2 കൂടെ ആകുമ്പോൾ 7. അതാണ് സപ്ത എന്ന് പറയാൻ കാരണം. ഇത് വെവ്വേറെ നിന്നപ്പോൾ അതിന് അതാതിന്റെ ഗുണങ്ങളുണ്ട്, പക്ഷെ മറ്റൊന്നിനോട് കൂടിച്ചേരുമ്പോൾ ഇതിന്റെ ഗുണം കൂടി അതിലേക്ക് പോകുന്നതല്ലേ മുമ്പ് പറഞ്ഞേ. അടുത്ത ഭൂതത്തോട് ചേരുമ്പോൾ ഈ ഗുണം കൂടി അതിലേക്ക് സംക്രമിക്കും. അങ്ങനെ സംക്രമിക്കപ്പെടുന്ന ഈ ഗുണങ്ങളിലേക്ക് ജഗദാദിയായ ഈശ്വരൻ പ്രവേശിച്ചു, സന്നിവേശിച്ചു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ജഡവസ്തുക്കളൊക്കെ സജീവങ്ങളായി പ്രവർത്തനക്ഷമങ്ങളായി ഒരു പരാതിയുമില്ലാതെ തമ്മിൽ കൂടിച്ചേർന്ന് വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഏതന്യസംഹത്യേതാ ഹദാദീനി സപ്തവൈ കാലകർമ്മ ഗുണോപേദോ ജഗദാതിരുപാവിശത്. മഹദാദീനി ഏതാനി സപ്ത അസംഹത്യ യഥാ കാലകർമ്മ ഗുണോപേദഃ ജഗദാദിഹി ഉപാവിശത്. ഏതന്യസംഹത്യേതാ മഹദാദീനി സപ്തവൈ കാലകർമ്മ ഗുണോപേദോ ജഗദാതിരുപാവിശത്. ഏതന്യസംഹത്യേതാ മഹദാദീനി സപ്തവൈ കാലകർമ്മ ഗുണോപേദോ ജഗദാതിരുപാവിശത്. തതസ്തേന അനുവിദ്യേഭ്യോ യുക്തേഭ്യോ യുക്തിഭ്യോ അണ്ടമചേതനം ഉത്ഥിതം പുരുഷോ യസ്മാത് ഉദതിഷ്ഠതസോ വിരാട്. തതഃ തേന അനുവിദ്യേഭ്യഃ, അനന്തരം തേന അതുകൊണ്ട്, അനുവിദ്യേഭ്യഃ യുക്തിഭ്യഃ, ക്ഷോഭിക്കാതിനർത്ഥം ഒരു പൊട്ടിത്തെറി പോലെ ഇളകുക. ആ ഒരു ഇളക്കം കൊണ്ട് എന്ത് ചെയ്തു? പരസ്പരം കൂടിച്ചേർന്നിട്ട് അനുവിദ്യേഭ്യോ യുക്തേഭ്യോ അണ്ഡം അചേതനം ഉദ്ധിതം, അചേതനമായ ഒരു അണ്ഡം ഉദ്ധിതം ഉണ്ടായി. അചേതനമായ അണ്ഡാകാരത്തിലുള്ള ഒരു പിണ്ഡം ഉണ്ടായി. പുരുഷോ യസ്മാത് ഉദതിഷ്ഠത് അസോ വിരാട്. അതിൽ നിന്നുമാണ് വിരാട് പുരുഷൻ എന്ന പുരുഷൻ ഉത്ഭവിച്ചത്, ഉണ്ടായത്. ഈശ്വരൻ പഞ്ചഭൂതങ്ങളിലും തന്മാത്രകളിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ ഇത് പ്രവേശിച്ചപ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് നിന്നിരുന്ന ഈ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം അവയുടെ പ്രത്യേകമുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് അന്യോന്യം യോജിച്ച് സപ്തപദാർത്ഥങ്ങൾ ഒന്നായി ചേർന്നിട്ട് അതിൽ അചേതനമായ ഒരു അണ്ഡം ഉണ്ടായി. പഞ്ചഭൂതങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ചേർന്നപ്പോൾ ഒരു അണ്ഡത്തിന്റെ ആകൃതിയിലുള്ള ഒരു വസ്തുവായി പരിണമിച്ചു. അത് അചേതനമായി.
അതിന് ചൈതന്യം ഉണ്ടാക്കലായിരുന്നു ഈശ്വരന്റെ ലക്ഷ്യം. അപ്പൊ അതിൽ നിന്നും ആദ്യത്തെ ചൈതന്യധന്യമായ വിരാട് പുരുഷൻ എന്ന സങ്കല്പം ഉണ്ടായി. തതസ്തേനാനുവിദ്യേഭ്യോ യുക്തേഭ്യോ അണ്ടമചേതനം ഉദ്ധിതം പുരുഷോ യസ്മാത് ഉദതിഷ്ഠതസോ വിരാട്. തതഃ തേനാം അനുവിദ്യേഭ്യഃ യുക്തേഭ്യഃ തേഭ്യഃ അചേതനം അണ്ഡം ഉദ്ധിതം യസ്മാത് അസോ വിരാട് ഉദതിഷ്ഠത്. തതസ്തേനാനുവിദ്യേഭ്യോ യുക്തേഭ്യോ അണ്ഡമചേതനം ഉദ്ധിതം പുരുഷോ യസ്മാത് ഉദതിഷ്ഠതസോ വിരാട്. തതസ്തേനാനുവിദ്യേഭ്യോ യുക്തേഭ്യോ അണ്ഡമചേതനം ഉദ്ധിതം പുരുഷോ യസ്മാത് ഉദതിഷ്ഠതസോ വിരാട്. ഏതദന്തം വിശേഷാഖ്യം ക്രമവൃദ്ധേർദശോത്തരൈ ത്വയാദിഭിഃ പരിപൃതം പ്രധാനേനാവൃതം ബഹി. എത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേ. ഏതത് അണ്ഡം, ഈ അണ്ഡത്തിന് വിശേഷം എന്നൊരു പേരും കൂടി ഉണ്ടായി. വിശേഷാഖ്യം, ഈ ആദ്യം ഉണ്ടായ അചേതനങ്ങളായ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചേർന്നുണ്ടായ ആ അണ്ഡത്തിന് വിശേഷം എന്നൊരു പേരും കൂടി ഉണ്ടായി. അത് ക്രമവൃദ്ധൈ, പതുക്കെ പതുക്കെ അത് വർദ്ധിച്ചിരിക്കുന്ന, ക്രമവൃദ്ധൈ ദശോത്തരശതൈ ത്വയാദിഭിഃ. ദശോത്തര ഉത്തരഫമം, 10 ഇരട്ടിയായിരുന്നു, 10 ദശ ഉത്തരൈഹി, ഓരോന്നിന്റെയും 10 ഇരട്ടിയായി ക്രമത്തിൽ വർദ്ധിച്ചിരിക്കുന്ന തോയാദിഭിഹി, ജലാദികളാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, പ്രധാനേന ആവൃതൈഹി ബഹി, ആ പ്രധാനമായ ജലം കൊണ്ട് ചുറ്റപ്പെട്ടതായിട്ട്, എത്ര ലോകവിധാനോയം, ഈ ലോകവിന്യാസത്തെ, ഭഗവതഃ രൂപം ഹരി, ഹരേഹ ഭഗവതോ രൂപം, ഇതാണ് സാക്ഷാൽ ഹരിയായ ഭഗവാന്റെ സ്വരൂപം. ഈ ആദ്യത്തെ അണ്ഡകോശം എന്നർത്ഥം. പഞ്ചഭൂതങ്ങളും ഇതുവരെ പറഞ്ഞു വന്ന മഹത്വത്വവും ഒരു പുരുഷൻ, എന്താണ് അഹങ്കാരം, ഈ 7 പദാർത്ഥങ്ങൾ ഒന്ന് മറ്റൊന്നുമായി കൂടിച്ചേർന്ന് ഓരോന്നും 10 ഇരട്ടി വീതം അഭിവൃദ്ധി പ്രാപിച്ചു. ഓരോന്നും 10 മടങ്ങ് അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെയുള്ള ഈ അണ്ഡത്തിലാണ് ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം, ഇരിപ്പിടം. ഇതിന്റെ ഓരോ അംശത്തില് ഓരോ ലോകവും നിലനിൽക്കുകയാണ്. ഓരോ ലോകങ്ങളും സെപ്പറേറ്റ് ആണ്, പക്ഷെ അവയ്ക്കെല്ലാം ആകൃതിയുണ്ട്, ഗുണവുമുണ്ട്. അതെല്ലാം സാക്ഷാൽ ശ്രീഹരിയായ ഭഗവാന്റെ ആകൃതിയാണ്, ഗുണം. ഏതദർത്ഥം വിശേഷാഖ്യം ക്രമവൃദ്ധേർദശോത്തരൈ തോയാദിഭിഃ പരിവൃതം പ്രധാനേനാവൃതൈർബഹി. എത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേ. വിശേഷാഖ്യം ഏതത് അണ്ഡം ബഹിഃ ദശോത്തരൈഃ ക്രമവൃദ്ധൈഃ തോയാദിഭിഃ പരിവൃതഃ. അയം ലോകവിധാനഃ ഭഗവതഃ ഹരേഃ രൂപം. ഏതദണ്ഡം വിശേഷാഖ്യം ക്രമവൃദ്ധേർദശോത്തരൈ തോയാദിഭിഃ പരിവൃതം പ്രധാനേന ആവൃതൈർബഹി. എത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേ. ഏതദണ്ഡം വിശേഷാഖ്യം ക്രമവൃദ്ധേർദശോത്തരൈ തോയാദിഭിഃ പരിവൃതം പ്രധാനേന ആവൃതൈർബഹി. എത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേ. ഹിരണ്മയാദണ്ഡകോശാത് ഉദ്ധായ ഫലീശയാത് തമാവിശ്യ മഹാദേവോ ബഹുധാ ബിഭേദഖം. ഹിരണ്മയാത് അണ്ഡകോശാത് ഉദ്ധായ, ഇങ്ങനെ ഹിരണ്മയമായ അണ്ഡകോശത്തിൽ നിന്നും എഴുന്നേറ്റിട്ട്
ഹിരൺമയം എന്ന് വെച്ചാൽ സ്വർണം പോലെ തിളങ്ങുന്ന പ്രകാശമുള്ള എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രകാശമയമായ ഈ അണ്ഡകോശത്തിൽ നിന്നും ഉദ്ധായ എഴുന്നേറ്റിട്ട് ഫലിലീഷയാ, വെള്ളത്തിലാണ് ഈ അണ്ഡം കിടക്കുന്നത്, ഫലിലത്തിൽ ശയിക്കുന്ന ഈ അണ്ഡകോശത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് തം ആവശ്യ മഹാദേവ്, അതിലേക്ക് തന്നെ പ്രവേശിച്ചിട്ട് ആ മഹത്തായ ദേവൻ ബഹുധാ നിർവിഭേദഖം, ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം ഭേദിച്ച് കാണിച്ചു കൊടുക്കും. ഇതൊരു അണ്ഡമാണ്, മുട്ടയുടെ ആകൃതിയിലുള്ള ഒരണ്ഡം. അതിൽ നിന്നും ആ ആദിപുരുഷനായ വിരാട് സ്വരൂപനായ ഈശ്വരൻ പുറത്തു കടന്നു. എന്നിട്ട് ഇതിന്റെ ഓരോ ഭാഗത്ത് ഇന്ദ്രിയങ്ങളുടെ പോയിന്റുകൾ സ്പോട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ അണ്ഡങ്ങൾക്ക് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. അത് പ്രവർത്തനക്ഷമമായി അങ്ങനെ സൃഷ്ടിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഹിരൺമയാദണ്ഡകോശാദ ഉദ്ധായ ഫല്ലേശയാത് തമാവിശ്യ മഹാദേവോ ബഹുധാ നിർവിഭേദഖം ഫലിലേശയാത് ഹിരൺമയാത് അണ്ഡകോശാത് ഉദ്ധായ തം ആവിശ്യ മഹാദേവ ബഹുധാഖം നിർവിഭേദ ഹിരൺമയാദണ്ഡകോശാത് ഉദ്ധായ ഫലിലേശയാത് തം ആവിശ്യ മഹാദേവോ ബഹുധാ നിർവിഭേദഖം ഹിരൺമയാദണ്ഡകോശാത് ഉദ്ധായ ഫലിലേശയാത് തം ആവിശ്യ മഹാദേവോ ബഹുധാ നിർവിഭേദഖം നിരഭിദ്യതാഫ്യപ്രഥമം മുഖം വാണീതോ ഭവൻ വാണ്യാവന്യരഥോ നാഫേ പ്രാണോദോ ഘ്രാണ ഏതയോഹം. നിരഭിദ്യത അഫ്യ, ആ വിരാട് സ്വരൂപനോട് ചേർന്നിരിക്കുന്ന ഈ അണ്ഡം നിരഭിദ്യത പിളർ ആദ്യമായി. അപ്പോൾ മുഖമുണ്ടായി. മുഖം ച വായ എന്നത്. തതോ വാണി അഭവത്, ആ വായിൽ നിന്നുമാണ് വാക്കുണ്ടായത്. വാണ്യ വന്യഹി, വാക്കിൽ അഗ്നിയുണ്ട്. അഥ നാഫേ പ്രാണാദോ ഘ്രാണയതയോ, മൂക്കിൽ പ്രാണനുണ്ട്, അതുകൊണ്ടാണ് ഘ്രാണവൃത്തി നടക്കുന്നത് എന്നിങ്ങനെ വിരാട് പുരുഷന് ആദ്യമുണ്ടായ വായെ, അതിൽ നിന്നും വാഗീന്ദ്രിയം, അതിനുണ്ട് അധിഷ്ഠാനമായ അഗ്നി ഉണ്ടായി, പിന്നെ നാഭികയുണ്ടായി. ആ നാഭികാദ്വാരത്തിൽ നിന്ന് പ്രാണനോട് ചേർന്ന് ഘ്രാണമെന്ന ഇന്ദ്രിയം ഉണ്ടായി. നിരഭിദ്യതാഫ്യ പ്രഥമം മുഖം വാണീ തതോ ഭവൻ വാണ്യാവന്യരഥോ നാഫേ പ്രാണതോ ഘ്രാണയേതയോ. നിരഭിദ്യതാഫ്യാം പ്രഥമം മുഖം വാണീ തതോ ഭവത് വാണ്യാവന്യരഥോ നാഫേ പ്രാണതോ ഘ്രാണയേതയോ. അഫ്യ പ്രഥമം മുഖം നിരഭിദ്യത തതഃ വാണി അഭവത് വാണ്യാഹ വന്യഃ അഥ നാഫേ ഏതയോഃ പ്രാണോതഃ പ്രാണഃ. നിരഭിദ്യതാഭ്യ പ്രഥമം മുഖം വാണീ തതോ ഭവത് വാണ്യാവന്യരഥോ നാഫേ പ്രാണോതോ പ്രാണ ഏതയോഃ. പ്രാണാദ്വായുരഭിദ്യേതാം അക്ഷിണീ ചക്ഷുരേതയോഃ തസ്മാത് സൂര്യോ നിരഭിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശാം. ഘ്രാണാത് വായു, ഘ്രാണത്തിൽ നിന്നും വായു ഉണ്ടായി. അക്ഷിണീ ഏതയോഹോ ചക്ഷു, അക്ഷിണി 2 കണ്ണുകൾ. ഏതയോഹോ, ആ 2 ദ്വാരങ്ങളിൽ നിന്ന് ചക്ഷുഹു നേത്രമുണ്ടായി. ഘ്രാണാത് വായു അഭിദ്യേത, ഘ്രാണേന്ദ്രിയത്തിൽ നിന്നും വായു ഉണ്ടായി, പിന്നെ കണ്ണുണ്ടായി. ആ 2 ദ്വാരങ്ങളിൽ നിന്നും നേത്രം എന്ന ഇന്ദ്രിയം ഉണ്ടായി. തസ്മാത് സൂര്യോ, അതിൽ നിന്നും സൂര്യനുണ്ടായി.
അഭിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശ. പിന്നെ കർണദ്വാരങ്ങൾ ഉണ്ടായി, ആ ദ്വാരങ്ങളിൽ നിന്ന് ശ്രോത്രം ഉണ്ടായി എന്നിങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തികളെ കുറിച്ച് സമഗ്രമായി ശാസ്ത്രീയമായി പ്രതിപാദിക്കാം. ഘ്രാണാദ്വായുരഭിദ്യേതാം അക്ഷിണീ ചക്ഷുരേതയോ തസ്മാത് സൂര്യോ ന്യഭിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശാം. ഘ്രാണാദ് വായു അക്ഷിണീ ഏതയോ ചക്ഷു തസ്മാത് സൂര്യ കർണോ ന്യഭിദ്യേതാം ശ്രോത്രം ദിശ. ഘ്രാണാദ്വായുരഭിദ്യേതാം അക്ഷിണീ ചക്ഷുരേതയോ തസ്മാത് സൂര്യോ ന്യഭിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശാം. ഘ്രാണാദ്വായുരഭിദ്യേതാം അക്ഷിണീ ചക്ഷുരേതയോ തസ്മാത് സൂര്യോ ന്യഭിദ്യേതാം കർണോ ശ്രോത്രം തതോ ദിശാം. നിർബിഭേദ വിരാജസ്ത്വഗ്രോമ ശ്മശ്രുമാദയസ്തദാം തദ ഓഷധേശ്ചാഫൻശിഷ്ണം നിർബിഭിദേ തദാം. തതഃ അനന്തരം നിർബിഭിദേ പിളർന്നു, വിരാജ വിരാട് പുരുഷന്റെ ത്വക്ക് പിളർന്നു, രോമ ശ്മശ്രുമാദയ അതിൽ നിന്നും രോമങ്ങളും മീശകളും ഉണ്ടായി. അതിൽ നിന്നുമാണ് ഔഷധികൾ, ചെടികളൊക്കെ ഉണ്ടായത്. ആ ചെടികളിൽ നിന്നും ഔഷധിയിൽ നിന്നും ശിഷ്ണം നിർബിഭിത, ശിഷ്ണമെന്ന ജനനേന്ദ്രിയത്തെ തന്റെ സ്ഥാനം പിളർന്നു. നിർബിഭേദ വിരാജസ്തുഗ്രോമശ്മശ്രുവാദയസ്തദാ തദാ ഓഷധയശ്ചാഫൻ ശിഷ്ണം നിർബിഭിദേ തദാ. തതഃ വിരാജഃ ത്വക്ക് നിർബിഭേദ, തതഃ രോമശ്മശ്രുമാദയഃ, തതഃ ഓഷധയഃ ആസൻ, തതഃ ശിഷ്ണം നിർബിഭേദ വിരാജസ്തുഗ്രോമശ്മശ്രുവാദയഃ തദാ തദ ഓഷധേശ്ചാഫൻ ശിഷ്ണം നിർബിഭിദേ തദാ. നിർബിഭേദ വിരാജസ്തുഗ്രോമശ്മശ്രുവാദയസ്തദാ തദ ഓഷധേശ്ചാഫൻ ശിഷ്ണം നിർബിഭിദേ തദാ. രേതസ്തസ്മാദാപം ആസന്നെ നിരഭിദ്യത വൈകുദം ഉദാദപാനോ അപാനാച്ച മൃത്യോർ ലോകഭയങ്കരാം. രേതഃ തസ്മാത് ആപഹ, ശിഷ്ണം പിളർന്നപ്പോൾ അതിൽ നിന്നും രേതസ്സുണ്ടായി, ബീജമുണ്ടായി, ആഫൻ ഉണ്ടായി. നിരഭിദ്യത വൈകുദം, പിന്നീട് മലദ്വാരം പിളർന്നു. ഉദാത് അപാനോ, അതിൽ നിന്നും അപാനവായു ഉണ്ടായി. അപാനാദിച്ച മൃത്യു ലോകഭയങ്കര, അപാനിൽ നിന്നുമാണ് ലോകഭയങ്കരനായ മൃത്യു, മരണത്തിന്റെ ദേവത ഉണ്ടായത്. രേതസ്തസ്മാദാവാം ആഫൻ നിരഭിദ്യത വൈകുദം ഉദാദപാനോ അപാനാച്ച മൃത്യുർ ലോകഭയങ്കരാം. തസ്മാത് രേതഃ ആപഹ ആഫൻ ഉദം നിരഭിദ്യത, തസ്മാത് അപാനഃ അപാനാത് ലോകഭയങ്കരഃ മൃത്യുഃ. രേതസ്തസ്മാദാപാം ആസന്നിരഭിദ്യത വൈകുദം ഉദാദപാനോ അപാനാച്ച മൃത്യുർലോകഭയങ്കരാം. രേതസ്തസ്മാദാപാം ആസന്നിരഭിദ്യത വൈകുദം ഉദാദപാനോ അപാനാച്ച മൃത്യുർലോകഭയങ്കരാം. ഹസ്തൗ ച നിരഭിദ്യേതാംബരം താഭ്യം തതഃ സ്വരാക്ഷ് പാദൗ ച നിരഭിദ്യേതാം ഗതിസ്ഥാഭ്യം തതോ ഹരി. ഞാൻ ഇന്ദ്രിയ കഴിഞ്ഞിട്ട് നീ കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് പറയാണ്. ഹസ്തവും നിരഭിദ്യേത, ആ അണ്ടത്തിന്റെ ഇടതും വലുതുമായിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഹസ്തങ്ങൾ, കയ്യുകൾ ഉണ്ടായി. അതുകൊണ്ട് അതിന് ബലമുണ്ടായി. താഭ്യം തതഃ സ്വരാക്ഷ്, അവകളിൽ നിന്നും ആ സ്വരാട്ട് പാദവുച്ച നിരഭിദ്യേത, കാലിന്റെ ഭാഗം പിളർന്നു. താഭ്യം
ഗതി. അതിൽ നിന്നുമാണ് ഗതി ഉണ്ടായത്, നടത്ത ഉണ്ടായത്. തതോ ഹരി, അതിൽ നിന്നും വിഷ്ണു ഉണ്ടായി. ഹസ്തൗ ച നിരഭിദ്യേതാംബരം താഭ്യം തതസ്വരാൻ പാദൗ ച നിരഭിദ്യേതാം ഗതിസ്താഭ്യം തതോ ഹരി. ഹസ്തൗ നിരഭിദ്യേതാം താഭ്യാം ബലം തതസ്വരാട് പാദൗ ച നിരഭിദ്യേതാം താഭ്യാം ഗതി തതഃ ഹരി. ഹസ്തൗ ച നിരഭിദ്യേതാം ബലം താഭ്യം തതസ്വരാട് പാദൗ ച നിരഭിദ്യേതാം ഗതിസ്താഭ്യം തതോ ഹരി. ഹസ്തൗ ച നിരഭിദ്യേതാം ബലം താഭ്യാം തതസ്വരാട് പാദൗ ച നിരഭിദ്യേതാം ഗതിസ്താഭ്യം തതോ ഹരി. നാഡ്യോശ്ച നിരഭിദ്യന്താം താഭ്യോ ലോഹിതമാതതം നദ്യസ്തതഃ സമഭവന് ഉദരം നിരഭിദ്യതാം. നാഡ്യോഫ്യ അഫ്യ, ഇവനെ ഈ വിരാട് പുരുഷന് നാഡ്യ, നാഡികൾ നിരഭിദ്യത, പിളർന്ന് ഉണ്ടായി. നാഡ്യോഫ്യ നിരഭിദ്യത. താഭ്യോ ലോഹിതം ആഭൃതം, അവയിൽ നിന്നും ലോഹിതം ഇന്ദ്രിയ സ്ഥാനങ്ങൾ, ആഭൃതം പൂർണ്ണമായി, അവയിൽ നിന്നും ഇന്ദ്രിയ സ്ഥാനങ്ങൾ പൂർണ്ണമായി. നദ്യസ്തത, അതിൽ നിന്നും നദിയുണ്ടായി. സമഭവന് ഉദരം നിരഭിദ്യത, അതിൽ നിന്നും ഉദരവും ഉണ്ടായി, വയറുണ്ടായി. പിന്നെ ഈ വിരാട് പുരുഷനായ ഈശ്വരന് ഭൂമിയിലെത്തി അണ്ടത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഓരോരോ ഇന്ദ്രിയങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ ദേവന് നാഡികളുണ്ടായി, അവയിൽ നിന്നും ഇന്ദ്രിയമുണ്ടായി, അതിൽ നിന്നും നദികളുണ്ടായി. അപ്പോൾ ഉദരമെന്ന് അധിഷ്ഠാനം ഉണ്ടായി. നാഡ്യോഫ്യ നിരഭിദ്യന്താഭ്യോ ലോഹിതമാതൃതം ലോഹിതമാഭൃതം നദ്യസ്തതഃ സമഭവന് ഉദരം നിരഭിദ്യതാം. അഫ്യ നാഡ്യഃ നിരഭിദ്യന്ത താഭ്യഃ ലോഹിതം ആഭൃതം തതഃ നദ്യഃ സമഭവൻ ഉദരം നിരഭിദ്യത. നാഡ്യോഫ്യ നിരഭിദ്യന്താഭ്യോ ലോഹിതമാഭൃതം നദ്യസ്തതഃ സമഭവന് ഉദരം നിരഭിദ്യതാം. നാഡ്യോഫ്യ നിരഭിദ്യന്താം താഭ്യോ ലോഹിതമാഭൃതം നദ്യസ്തതഃ സമഭവന് ഉദരം നിരഭിദ്യതാം. ക്ഷുത്പിപാസേ തതസ്യാതാം സമുദ്രസ്വേതയോരഭൂത് അഥാഫ്യ ഹൃദയം ഭിന്നം ഹൃദയാത്മനൗദ്ധിതം. തതഃ, അതിൽ നിന്നും ഉദരത്തിൽ നിന്നും പിപാസി ദാഹമുണ്ടായി. തതഃ സ്യാതാം, വിശപ്പും ദാഹവും വയറ് ഉണ്ടായപ്പോൾ ഉണ്ടായി. ക്ഷുത്പിപാസേ തതസ്യാതാം, ക്ഷുത്ത് വിശപ്പം, വിശപ്പ്, പിപാസം വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം, ദാഹം. ക്ഷുത്പിപാസേ തതസ്യാതാം സമുദ്രസ്ത്വേതയോരഭൂത്, ഈ രണ്ടിൽ നിന്നും ആകട്ടെ സമുദ്രം ഉത്ഭവിച്ചു. ഉദരത്തിൽ നിന്നും വിശപ്പും ദാഹവും ഉണ്ടായി. ആ ദാഹവിശപ്പുകളിൽ നിന്നാണ് സമുദ്രം ഉണ്ടായത്. പിന്നെ അതിൽ നിന്നും ഹൃദയം ഉണ്ടായി, അതിൽ നിന്നും മനസ്സുണ്ടായി. അഥാഫ്യ ഹൃദയം ഭിന്നം ഹൃദയാത് ആത്മനോദ്ധിതം, അവരിൽ നിന്നും ഹൃദയം വേർപിരിഞ്ഞു. ആ ഹൃദയത്തിൽ നിന്നും മനസ്സ് ഉണ്ടായി. ഹൃദയാത് മന ഉദ്ധിതം. ക്ഷുത്പിപാസേ തതസ്യാതാം സമുദ്രസ്വേതയോരഭൂത് അഥാഫ്യ ഹൃദയം ഭിന്നം ഹൃദയാത്മനോദ്ധിതം. ക്ഷുത്പിപാസേ തതസ്യാതാം സമുദ്രസ്വേതയോരഭൂത് അഥാഫ്യ ഹൃദയം ഭിന്നം ഹൃദയാത് ആത്മനോദ്ധിതം. തതഃ ക്ഷുത്പിപാസേ സ്യാതാം. ഏതയോഃ സമുദ്രം അഭൂത് അഥ അസ്യ ഹൃദയം ഭിന്നം ഹൃദയാത് മനഃ ഉദ്ധിതം. ക്ഷുത്പിപാസേ തതസ്യാതാം സമുദ്രസ്വേതയോരഭൂത് അഥാഫ്യ ഹൃദയം ഭിന്നം ഹൃദയാൻ മനഃ ഉദ്ധിതം.
क्षुत्पिपासेतदव्यादं समुद्रस्त्वेरयोरभूत् अथाप्य हृदयं भिन्नं हृदयान् मनोत्थितं मनःश्चन्द्रमाजातो बुद्धिर्गिराम्पदी अहङ्कारस्ततो रुद्रश्चित्तं चैत्यस्ततोऽभवत् മനസ്സഹ ചന്ദ്രമാ. മനസ്സുണ്ടായി എന്നാണ്, ഹൃദയത്തിന് മനസ്സുണ്ടായി. ഉദരമുണ്ടായപ്പോൾ ദാഹമുണ്ടായി, വിശപ്പുണ്ടായി. അതിന് സമുദ്രമുണ്ടായി, അതിന് ഹൃദയമുണ്ടായി. ഹൃദയത്തിൽ മനസ്സുണ്ടായി, മനസ്സിൽ നിന്നും ചന്ദ്രനുണ്ടായി. മനസ്സഹ ചന്ദ്രമാജാതോ, ബുദ്ധി ചന്ദ്രനുണ്ടായി. ബുദ്ധിർ ഗിരാമ്പതി, പിന്നെ അതിൽ നിന്നും ബുദ്ധി ഉണ്ടായി. ബുദ്ധിയിൽ നിന്നും വാക്കുകളുടെ പതിയായ ബ്രഹ്മാവുണ്ടായി. അഹങ്കാരസ്തതോ, അതിൽ നിന്നും അഹങ്കാരമുണ്ടായി. അപ്പൊ രുദ്രനുണ്ടായി. ചിത്തം ചൈത്യസ്തതോ, അതിന് ചിത്തമുണ്ടായി. ചിത്തത്തിൽ നിന്നും ജീവൻ ഉത്ഭവിച്ചു. ചൈത്യഹംസ ജീവൻ, ചിതിയിൽ നിന്നും ഉണ്ടാകുന്നത് ചൈത്യം ജീവൻ. മനഃശ്ചന്ദ്രമാജാതോ ബുദ്ധിർഗിരാമ്പതി അഹങ്കാരസ്തതോ രുദ്രശ്ചിത്തം ചൈത്യസ്തതോ ഭവത്. മനഃഃ ചന്ദ്രമാജാതഃ ബുദ്ധി, ബുദ്ധേ ഗിരാമ്പതി, തതഃ അഹങ്കാരഃ ജാതഃ രുദ്രഃ ചിത്തം, തതഃ ചൈത്യഃ അഭവത്. മനഃശ്ചന്ദ്രമാജാതോ ബുദ്ധിർഗിരാമ്പതി അഹങ്കാരസ്തതോ രുദ്രശ്ചിത്തം ചൈത്യസ്തതോ ഭവത്. മനഃശ്ചന്ദ്രമാജാതോ ബുദ്ധിർഗിരാമ്പതി അഹങ്കാരസ്തതോ രുദ്രശ്ചിത്തം ചൈത്യസ്തതോ ഭവത്. ഏതേഹ്യഭ്യുജ്ജിതാ ദേവാം നൈവാസ്യോത്ഥാപനേ ശകൻ പുനരാവിവിശുദ്ധാനി തമുത്ഥാപയിതും പ്രമാദ. ഏതേഹി അഭ്യുത്ഥിതാ ദേവാഹ, ഇവകൾ ദേവൻ ഉണർന്നപ്പോൾ നൈവ അസ്യ ഉത്ഥാപനെ അശകൻ, അതിന്റെ ഉത്ഥാപനത്തിന് ഇവരാരും ശക്തരായില്ല. നഏവ അസ്യ ഉത്ഥാപനെ അശകൻ, അശകൻ ശക്തനായി, ന അശകൻ ശക്തനായില്ല. ഇങ്ങനെ പുറപ്പെട്ട ദേവന്മാരാരും ആ വിരാട് പുരുഷനെ എഴുന്നേൽപ്പിക്കാൻ സാമർഥ്യം ഉണ്ടായില്ല. വിരാട് പുരുഷൻ അണ്ടത്തിൽ നിറഞ്ഞു ശയിക്കുകയാണ്. അതിന് എഴുന്നേൽപ്പിക്കാൻ ഈ ഭൂതങ്ങൾക്ക് പറ്റിയില്ല. ഏതേഹ്യ അഭ്യുത്ഥിതാ ദേവാഹ നൈവ അസ്യ ഉദ്ധാപനെ അശകൻ പുനരാവിവിശുഹു ഖാനി, പിന്നെ ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിച്ചു. തം ഉദ്ധാപയിതും ക്രമാത്, ക്രമമനുസരിച്ച് അവയെ ഉത്ഥാപനം ചെയ്യാൻ വേണ്ടി എത്തിച്ചു. ഏതേഹ്യഭ്യുദ്ധിതാ ദേവാം നൈവാസ്യുദ്ധാപനേ ശകൻ പുനരാവിവിശുദ്ധാനീതമുത്ഥാപയിതും ക്രമാത്. അഭ്യുദ്ധിതാഹ ഏതേ ദേവാഹ അസ്യ ഉദ്ധാപനം ന ഏവ അശകൻ പുനഃ തം ഉദ്ധാപയിതും ക്രമാത് ഖാനി വിവിശു. ഏതേഹ്യഭ്യുദ്ധിതാ ദേവാ നൈവാസ്യോദ്ധാപനേ ശകൻ പുനരാവിവിശുദ്ധാനീതമുത്ഥാപയിതും ക്രമാത്. ഏതേഹ്യഭ്യുദ്ധിതാ ദേവാം നൈവാസ്യോദ്ധാപനേ ശകൻ പുനരാവിവിശുദ്ധാനീതമുത്ഥാപയിതും ക്രമാത്. വന്നിർവാചാമുഖം ഭേജേ നോദിഷ്ടത്തദാ വിരാട് ഘ്രാണേന നാസികേ വായുർനോദതിഷ്ടത്തദാ വിരാട്. വന്യഹി വാചാ മുഖം ഭേജേ, വന്നി വാക്കുകളോട് ചേർന്ന് വായിനെ ഭജിച്ചു, മുഖത്തെ ഭജിച്ചു, ആശ്രയിച്ചു. ന ഉദതിഷ്ടത്തതാ, ഇന്ദ്രിയങ്ങൾ പരസ്പരം കൂടിച്ചേർന്നിട്ടും ആ വിരാട് പുരുഷൻ അതിനെ എഴുന്നേൽപ്പിക്കാൻ ശക്തരായില്ല. മുഖമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്ന വാക്ക് ഇന്ദ്രിയത്തിൽ, വാഗിന്ദ്രിയത്തിൽ അഗ്നി എന്ന ദേവത വസിച്ചു. അപ്പോൾ വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. നാസികളാകുന്ന അധിഷ്ഠാനത്തിൽ
ഘ്രാണേന്ദ്രിയമാകുന്ന ഇന്ദ്രിയത്തെ ആശ്രയിച്ച് വായു വഹിച്ചു. അപ്പോഴും വിരാട് പുരുഷൻ ഉണർന്നില്ല. വന്യറുവാചാമുഖം ഭേജേ നോദതിഷ്ടത്തദാ വിരാട് ഘ്രാണേന നാസികേവായ നോദതിഷ്ടത്തദാ വിരാട്. വന്യഹി വാചാമുഖം ഭേജേ തദാ വിരാട് ന ഉദതിഷ്ഠത്. വായുഃ ഘ്രാണേന നാസികേ വന്യറുവാചാമുഖം മുഖം ഭേജേ നോദതിഷ്ഠത്തദാ വിരാട് ഘ്രാണേന നാസികേ വായുർ നോദതിഷ്ഠത്തദാ വിരാട് ന ഉദതിഷ്ഠതാണ് നോദതിഷ്ഠത് ആകുന്നത്. വന്യറുവാചോ മുഖം ഭേജേ നോദതിഷ്ഠത്തദാ വിരാട് ഘ്രാണേന നാസികേ വായുർ നോദതിഷ്ഠത്തദാ വിരാട്. അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തദാ വിരാട് ശ്രോത്രേണ കർണൗ ച ദിശോ നോദതിഷ്ഠത്തദാ വിരാട്. അക്ഷിണി കണ്ണുകൾ രണ്ടും, ചക്ഷുഷ ചക്ഷുസ് എന്ന നേത്രേന്ദ്രിയം കൊണ്ട്, ആദിത്യോ ആദിത്യനെ പ്രാപിച്ചു, ന ഉദതിഷ്ഠത്തദാ വിരാട് അപ്പോഴും വിരാട് പുരുഷൻ അവൻ എഴുന്നേറ്റില്ല. ശ്രോത്രേണ കർണൗ ച ദിശോ ചെവി കൊണ്ട് കർണം എന്ന ഇന്ദ്രിയവും അതിൽ നിന്ന് ദിക്കുകളും ഉണ്ടായി. ന ഉദതിഷ്ഠത്തദോ വിരാട് അപ്പോഴും വിരാട് പുരുഷൻ ഉണർന്നില്ല. അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തദാ വിരാട് ശ്രോത്രേണ കർണൗ ച ദിശോ നോദതിഷ്ഠത്തദോ വിരാട്. അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തദാ വിരാട് ശ്രോത്രേണ കർണൗ ച ദിശോ നോദതിഷ്ഠത്തദാ വിരാട്. അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തദാ വിരാട് ശ്രോത്രേണ കർണൗ ച ദിശോ നോദതിഷ്ഠത്തദാ വിരാട്. ത്വചം രോമഭിരോഷധ്യോ നോദതിഷ്ഠത്തദാ വിരാട് രേതഫാശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തദാ വിരാട്. ത്വചം ത്വക്കിനെ രോമഭിഹി ഓഷധ്യോ രോമങ്ങളോടൊപ്പം ഓഷധികൾ ആവിഷ്കരിച്ചു. എന്നിട്ടും വിരാട് പുരുഷൻ ഉണർന്നില്ല. രേതഫ ശിഷ്ണം ആവസ്തു രേതസ് കൊണ്ട് ബീജം കൊണ്ട് ജനനേന്ദ്രിയത്തെ പ്രവേശിച്ചു. അപ്പോഴും ആ വിരാട് പുരുഷൻ ഉണർന്നില്ല. ത്വചം രോമഭിരോഷധ്യോ നോദതിഷ്ഠത്തദാ വിരാട് രേതഫാശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തദാ വിരാട്. ഓഷധ്യഃ രോമഭിഃ ത്വചം ആപഃ തു രേതഫാ ശിഷ്ണം. ത്വചം രോമഭിരോഷധ്യോ നോദതിഷ്ഠത്തദാ വിരാട് രേതഫാശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തദാ വിരാട്. ത്വചം രോമഭിരോഷധ്യോ നോദതിഷ്ഠത്തദാ വിരാട് തേജഫാശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തദാ പുമാൻ താ വിരാട്. ഉദം മൃത്യുരപാനേന നോദതിഷ്ഠത്തദാ വിരാട് ഹസ്താവിന്ദ്രൂബലേനൈവ നോദതിഷ്ഠത്തദാ വിരാട്. ഉദം മൃത്യു അപാനേന അപാനനോട് കൂടെ മൃത്യു വിസർജനേന്ദ്രിയത്തെ പ്രാപിച്ചു. നൗദതിഷ്ഠ അപ്പോഴും ആ വിരാട് പുരുഷൻ എഴുന്നേറ്റു. ഹസ്തൗ ഇന്ദ്രോ കൈകൾ ഇന്ദ്രനായി, ബലേനൈവ ശക്തിയോടുകൂടി. എന്നിട്ടും വിരാട് പുരുഷൻ ഉണർന്നില്ല. ഉദം മൃത്യുരപാനേന നോദതിഷ്ഠത്തദാ വിരാട് ഹസ്താവിന്ദ്രോ ബലേനൈവ നോദതിഷ്ഠത്തദാ വിരാട്. മൃത്യു അപാനേന ഉദം ഇന്ദ്രഃ ബലേന ഹസ്തൗ ഉദം മൃത്യുരപാനേന നോദതിഷ്ഠത്തദാ വിരാട് ഹസ്താവിന്ദ്രോ ബലേനൈവ നോദതിഷ്ഠത്തദോ വിരാട്. ഉദം മൃത്യുരപാനേന നോദതിഷ്ഠത്തദാ വിരാട് ഹസ്താവിന്ദ്രോ ബലേനൈവ നോദതിഷ്ഠത്തദാ വിരാട്. വിഷ്ണു ഗത്യൈ ച ചരണൗ നോദതിഷ്ഠത്തദാ വിരാട്
നാഡിർ നദ്യോ ലോഹിതേന നോദിഷ്ടത്തദാ വിരാട്. വിഷ്ണു എന്ന ദേവൻ ഗതിയോടുകൂടെ ചരണത്തെ പ്രാപിച്ചു. എന്നിട്ടും എഴുന്നേറ്റില്ല. നാഡീഹി നദ്യോ ലോഹിതേന, നദികൾ ലോഹിതേന നാഡി, ചുവന്ന നാഡികളെ ആശ്രയിച്ചു. നാഡീർ നദ്യോ ലോഹിതേന നോദിഷ്ടത്തദാ വിരാട്. വിഷ്ണു ഗത്യൈവ ചരണൗ നോദിഷ്ടത്തദാ വിരാട്. നാഡീർ നദ്യോ ലോഹിതേന നോദിഷ്ടത്തദാ വിരാട്. വിഷ്ണു ഗത്യ ചരണൗ നദ്യ ലോഹിതേന നാഡി. വിഷ്ണു ഗത്യൈവ ചരണൗ നോദിഷ്ടത്തദോ വിരാട്. നാഡീർ നദ്യോ ലോഹിതേന നോദിഷ്ടത്തദാ വിരാട്. ക്ഷുത്രുഭ്യാമുദരം സിന്ധും നോദിഷ്ടത്തദാ വിരാട്. ഹൃദയം മനഫോ ചന്ദ്രോ നോദിഷ്ടത്തദാ വിരാട്. അങ്ങനെ വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും ക്ഷുത്രുഭ്യാം ഉദരം പയറുണ്ടായി. അത് സിന്ധു സമുദ്രമായി. ന ഉദദിഷ്ടത്തത, എന്നിട്ടും ആ പുരുഷൻ എഴുന്നിട്ടില്ല. ഹൃദയം മനഫാ ചന്ദ്രോ, മനഫ് ചന്ദ്രനോടുകൂടി ഹൃദയത്തെ ആശ്രയിച്ചു. എന്നിട്ടും ആ പുരുഷൻ എഴുന്നിട്ടില്ല. ക്ഷുത്രുഭ്യാമുദരം സിന്ധുർനോദിഷ്ടത്തദാ വിരാട്. ഹൃദയം മനഫാ ചന്ദ്രോ നോദിഷ്ടത്തദാ വിരാട്. സിന്ധു ക്ഷുത്രുഭ്യാം ഉദരം ചന്ദ്രഃ മനഫാ ഹൃദയം. ക്ഷുത്രുഭ്യാമുദരം സിന്ധുർനോദിഷ്ടത്തദാ വിരാട്. ഹൃദയം മനഫോ ചന്ദ്രോ നോദിഷ്ടത്തദാ വിരാട്. ബുദ്ധ്യാ ബ്രഹ്മാപി ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. രുദ്രോ അഭിമത്യാഹൃദയം നോദിഷ്ടത്തദാ വിരാട്. ബ്രഹ്മാവി ബുദ്ധിയോടുകൂടെ ഹൃദയത്തെ ആശ്രയിച്ചു. ബുദ്ധ്യാ ബ്രഹ്മാപി ഹൃദയം, എന്നിട്ടും എഴുന്നിട്ടില്ല. രുദ്രോ അഭിമത്യാഹൃദയം, രുദ്രൻ അഭിമാനം കൊണ്ട് ഹൃദയത്തെ പ്രാപിച്ചു. അപ്പോഴും അവർ എഴുന്നിട്ടില്ല. ബുദ്ധ്യാ ബ്രഹ്മാപി ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. രുദ്രോ അഭിമത്യോ ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. ബുദ്ധ്യാ ബ്രഹ്മ അഭി ബുദ്ധ്യാ ഹൃദയം. രുദ്രഃ അഭിമത്യ ഹൃദയം. രുദ്രോ ബുദ്ധ്യാ ബ്രഹ്മോപി ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. രുദ്രോ അഭിമത്യാ ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. ബുദ്ധ്യാ ബ്രഹ്മാപി ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. രുദ്രോ അഭിമത്യാ ഹൃദയം നോദിഷ്ടത്തദാ വിരാട്. ചിത്തേന ഹൃദയം ചൈത്യക്ഷേത്രജ്ഞ പ്രാവിശദ്യതാം വിരാട് തദൈവ പുരുഷ സലിലാദുതിഷ്ഠതേ. ചൈത്യം എന്ന് വെച്ചാൽ ചിത്തേന ഹൃദയം ചൈത്യ, ചിത്തം കൊണ്ട് ഹൃദയം ഉണ്ടായി. ആ ചിത്തിൽ നിന്നും ചിത്തിൽ നിന്നും ക്ഷേത്രജ്ഞ പ്രാവിശദ്യത, അതിൽ നിന്നും ക്ഷേത്രജ്ഞൻ എന്ന ജീവൻ ഉണ്ടായി. വിരാട് തദൈവ പുരുഷ സലിലാദ്, അതുണ്ടായപ്പോൾ ആ പുരുഷൻ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റു. ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശദ്യതാം വിരാട് തദൈവ പുരുഷ സലിലാദുപതിഷ്ഠതാം. ചൈത്യഃ ക്ഷേത്രജ്ഞഃ ചിത്തേന ഹൃദയം യഥാ പ്രാവിശത് തദാ ഏവ വിരാട് പുരുഷഃ ഉദതിഷ്ഠതാം. ചിത്തേന ഹൃദയം ചൈത്യക്ഷേത്രജ്ഞ പ്രാവിശദ്യതൗ വിരാട് തദൈവ പുരുഷ സലിലാദുപതിഷ്ഠതാം. ചിത്തേന ഹൃദയം ചൈത്യക്ഷേത്രജ്ഞ പ്രാവിശദ്യതാം വിരാട് തദൈവ പുരുഷ സലിലാദുതിഷ്ഠതാം. ചൈത്യഃ ക്ഷേത്രജ്ഞഃ ചിത്തേന ഹൃദയം യഥാ പ്രാവിശത് തദാ ഏവ വിരാട് പുരുഷഃ സലിലാദ് ഉദതിഷ്ഠതാം. ചിത്തേന ഹൃദയം ചൈത്യം
ക്ഷേത്രജ്ഞ പ്രാവിശദ്യതാം വിരാട് തദൈവ പുരുഷ സലിലാതുപതിഷ്ഠതാം യഥാ പ്രസുപ്തം പുരുഷം ഘ്രാണേന്ദ്രിയമനോധിയാം പ്രഭവന്തി വിനായേന സ്ഥാപയിതുമോജസാം. യഥാ എപ്രകാരമെന്നാൽ പ്രസുപ്തം പുരുഷം ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പ്രാണേന്ദ്രിയ മനോധിയ അവന്റെ പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇതെല്ലാം പ്രഭവന്തി ഭവിക്കുന്നു വിന കൂടാതെ ഏന ന ഉദ്ധാപയിതും ഓജസ തന്റെ ഓജസ് കൊണ്ട് സാമർഥ്യം കൊണ്ട് ഉദ്ധാപയിതും എഴുന്നേൽപ്പിക്കുവാൻ യഥാ ന പ്രഭവന്തി ശക്തങ്ങളാകാത്തതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവനോടുകൂടെ എഴുന്നേൽപ്പിച്ചെങ്കിലേ പ്രാണനും ഇന്ദ്രിയനും മനസ്സും ബുദ്ധിയും ഒക്കെ ബലമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. ഉറങ്ങുന്നവൻ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയാൽ ഒരു കാര്യം നിൽക്കില്ല. അവന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ എന്ത് ചെയ്യണം? ഉണർത്തിക്കൊണ്ടിരണം. എങ്കിൽ മാത്രമേ അവൻ കർമ്മപഥത്തിലേക്ക് മുമ്പോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് വിരാട് പുരുഷനെയും വാഗാദികളായ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് അഗ്നാദികളായ ദേവന്മാർക്ക് ഉണർത്താൻ കഴിയാഞ്ഞപ്പോൾ ക്ഷേത്രജ്ഞന്റെ ജീവന്റെ ജീവാത്മാവിന്റെ മാത്രം ഉദ്ധാനം ചെയ്തു എന്നത് കൊണ്ട് ജീവൻ പ്രാധാന്യമാണെന്ന് ഓർക്കണം. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയമനോധിയ പ്രഭവന്തി വിനായേന സ്ഥാപയിതുമോജസാം. പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോധിയ ഏന വിന ഓജസ ഉദ്ധാപയിതും യഥാ ന പ്രഭവന്തി. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോധിയ പ്രഭവന്തി വിനായേന നോദ്ധാപയിതുമോജസാം. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോധിയ പ്രഭവന്തി വിനായേന നോദ്ധാപയിതുമോജസാം. തസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത്. തം അസ്മിൻ പ്രത്യഗാത്മ ഈ പ്രത്യഗാത്മാവിനെ ധിയാ ബുദ്ധി കണ്ട് യോഗപ്രവൃത്തയാ ധിയാ ഭക്തിയോഗം കൊണ്ട് പ്രവേശിപ്പിക്കപ്പെട്ട ബുദ്ധിയോടെ ഭക്തിയാ വിരക്തിയാ ജ്ഞാനീന ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും വിവിച്യ ആത്മനിചിന്തയെ വിവേചിച്ചിട്ട് തൻ്റെ ഉള്ളിൽ ചിന്തിക്കേണ്ടതാണ് എന്നിങ്ങനെ ഈ പുരുഷ വിചാരത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് ഈ അധ്യായം ഉപസംഹരിക്കാൻ. കാരണം ഓരോന്നും പ്രത്യേകം പ്രത്യേകം ചേരാതിരുന്നപ്പോഴാണ് ഈശ്വര ശക്തി സന്നിവേശിപ്പിച്ചത്. അതിൻ്റെ ബലം കൊണ്ട് ഇന്ദ്രിയങ്ങൾ, ചിത്തം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ഉണ്ടായി. പിന്നെ പ്രകൃതി കാര്യങ്ങളൊക്കെ ഉണ്ടായി, പഞ്ചഭൂതങ്ങളായി. അവയെ പ്രകൃതി കാര്യങ്ങളായി ഇന്ദ്രിയങ്ങളും ആയിട്ട് കൂട്ടിയോജിപ്പിച്ചു. അപ്പോൾ ഈശ്വരന്റെ സ്വരൂപത്തെ നന്നായി അറിയാൻ കഴിയും. എന്നിങ്ങനെ ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ വിഷയവിരക്തി വന്നേ പറ്റുകയുള്ളൂ. അതിനു ഭക്തി ഉണ്ടാകണം. ഇതാണ് ഭഗവത്തിന്റെ ലക്ഷ്യം എന്ന് ബോധ്യപ്പെടും. തമസ്മിൻ പ്രത്യഗാത്മാനന്ദിയായോഗ പ്രവൃത്തയാം ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യാത്മനിചിന്തയേത്. ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന യോഗപ്രവൃത്തയാ ധിയാ അസ്മിൻ ആത്മനി പ്രത്യഗാത്മാനം തം ചിന്തയേത്. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യാത്മനിചിന്തയേത്. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യാത്മനിചിന്തയേത്. എന്നിങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അധ്യായത്തെ ഉപസംഹരിപ്പിക്കുന്നു. സമയം വൈകിയ നമുക്ക് തീർക്കാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം നമുക്ക്